ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്ന മറുനാടൻ മലയാളികളും അവിടെ രാഷ്ട്രീയത്തിന്റെയും തുടർ ചർച്ചയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പവേഡ് ബൈ Aegon Shipping. Your cargo is our commitment. Aegon Shipping. Moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. Hello Mumbai. Hello Mumbai. Hello Mumbai. Hello Mumbai. അവര് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാണ് വന്നത്. അതല്ല പറഞ്ഞേ. രാഷ്ട്രീയക്കാർക്ക് പരിമിതി ഉണ്ടെങ്കിൽ അവർ മത്സരിക്കരുത്. ഇതിൽ പറയാമോ എന്ന് നമുക്ക് അറിയില്ല. We have 500 votes, we have 1000 votes. Okay. Give us 1 lakh, give us 50,000. ഈ ഡീൽ ആവണ്ട. അതാണ് ഡീല്. അപ്പം കഴിഞ്ഞ 3 ആഴ്ചകളായി തുടരുന്ന മഹാരാഷ്ട്രയിലെ മലയാളികളും അവരുടെ രാഷ്ട്രീയമെന്ന ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും അതിഥികൾക്കും നന്ദി. തുടർ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മാഡം പറയൂ. ശക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഞാൻ. ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തിയെ നോക്കിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. മലയാളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന മലയാളി എന്ന്, പക്ഷെ മലയാളി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഹസ്ബൻഡിന് ഒരു അർജന്റായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മലയാളി തലപ്പത്ത് നിൽക്കുന്ന മലയാളിനെ സമീപിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് ക്യാഷാണ്. വലിയൊരു തുക. അല്ല, അത് 1-2 പേരെങ്ങനെ ഉണ്ടാവും, എല്ലാരും അങ്ങനെ അല്ല. പോട്ടെ. ഇവിടെയല്ല. അല്ല, ആ പൈസ എന്തിനു വേണ്ടിയാണ് ചോദിച്ചത്? അതൊരു കടയുടെ പ്രശ്നമായിരുന്നു. എന്തോ ഒരു സംഭവം സോൾവ് ചെയ്യാൻ വേണ്ടി. കൊട്ടേഷൻ ആയിരുന്നു, അതുകൊണ്ടായിരിക്കും. പോട്ടെ. എങ്ങനെയാണ് താങ്കൾ സോൾവ് ചെയ്ത പ്രശ്നം? ചെയ്തില്ല. ഇത്രയും വലിയ തുക കൊടുത്തിട്ട് സോൾവ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നിട്ട് ഏതെങ്കിലും മലയാളിയായ രാഷ്ട്രീയക്കാരെ അപ്രോച്ച് ചെയ്തോ? മറ്റാരെങ്കിലും? അല്ലല്ല, അദ്ദേഹത്തെ വിടൂ. അത് കഴിഞ്ഞ് മറ്റാരെങ്കിലും ചെയ്തോ? അല്ല, അപ്പോൾ തന്നെ ഞങ്ങള് വിട്ടു. വേണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ ഇവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ട്. ഇല്ല, അവർ വിജയിച്ച സ്ഥാനാർത്ഥികളാണ്. നമ്മളിവിടെ വിജയിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോ ഇവിടെ BMC-യിൽ ജയിച്ച 2 മലയാളി സ്ഥാനാർത്ഥികളുണ്ട്. 2 അല്ല, 3 പേര്. 3 പേര് ഉണ്ട്. ഒന്ന് നമ്മള് ശ്രീലേഖ പിള്ളയുണ്ട്. ജഗദീഷ് ധാരാവിയിൽ നിന്നും. അതെ. പിന്നെ ഒന്ന് പക്ഷെ ധാരാവിൽ നിന്ന് ജഗദീഷ് ജയിക്കാൻ കാര്യം അവിടെ തമിഴ് വംശകർ കൂടുതലാണ് ചേട്ടാ. അല്ല, ആയിക്കോട്ടെ. പക്ഷെ അല്ല, വേറെ അവിടെ മലയാളികളില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അല്ലല്ല, നായകൻ സിനിമ തമിഴിൽ കമലഹാസൻ സിനിമ കണ്ടവർക്ക് അറിയാം. അങ്ങനെയാണ് ആ നാട്. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണ്. അദ്ദേഹം ജയിച്ചത് അതുകൊണ്ടാണ്. തമിഴ് വംശം മലയാളി വേണമെന്ന് തോറ്റു എന്നാ പറയണേ. അല്ല, ശിവസേന ടിക്കറ്റില്, അതും ശിവസേന ഉപാട്ട ടിക്കറ്റില് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം അതേ ടിക്കറ്റ്. അല്ല, ഇവര് 3 പേര് ജയിച്ചത് മലയാളി വോട്ട് കൊണ്ടല്ല. മലയാളി പേര് അവിടെ ഇല്ല. മലയാളി പറഞ്ഞ ഒരു മലയാളി പേരുണ്ടായിട്ടല്ല. ശ്രീലേഖ പിള്ള ജയിച്ചതും അവരുടെ അച്ഛൻ പോലും അവിടെ ജയിച്ചത് അത് അന്തേരിയിലാണ്. അവിടെയൊക്കെ മലയാളികൾ വളരെ കുറവാ. ഒരു കാലത്ത് എന്ത് സംഭവിച്ചറിയോ? ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തികളും നോർത്ത് ഇന്ത്യൻസുമാണ്. മലയാളികളും മറ്റുള്ളവരൊക്കെ ദൂര സ്ഥലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ പറഞ്ഞ പാർട്ടി ഉന്നയിച്ച മണ്ണിന്റെ വധം നടക്കാതെ പോയത് ഇതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മലയാളികളെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ മലയാളി വോട്ട് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ സൊല്യൂഷനിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞു. ഇപ്പൊ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ അമ്പർനാഥിൽ ഇതിന്റെ ഒരു സംഭവം നമ്മൾ ഫാമ രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ആ ഫാമ രൂപീകരിച്ചപ്പോൾ ഞാൻ ഇവിടെ നടന്ന പല പരിപാടികൾ ഞാൻ സോഷ്യൽ ഗ്രൂപ്പിലിട്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് പറഞ്ഞു, നിങ്ങളുടെ അമ്പർനാഥിനെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. താണ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. 18 സംഘടനകൾ ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്ന് ഒരേ സ്റ്റേജിൽ ഈ അവതരിപ്പിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ അന്നും ഇതേ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഒരു മലയാളിയെ അമ്പർനാഥിൽ മൊത്തം ആയിക്കോട്ടെ 40 സീറ്റോ 50 സീറ്റോ ഉണ്ടെങ്കിൽ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഒരു മലയാളി വേണം. മുനിസിപ്പാലിറ്റിയിൽ ഒരു മലയാളി വേണം. ആ ഏരിയയിലേക്ക് വെച്ചു മാറുന്ന പരിപാടി നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ പറയാം, ഈ ഏരിയയിൽ മലയാളികൾ കൂടുതലുള്ള സ്ഥലമാണ് നവരെ പാർക്കിൽ. ആയിരത്തി 8 അമ്പലം, ഗുരുമന്ദിരം, മുത്തപ്പൻ അമ്പലം, അയ്യപ്പൻ അമ്പലം, ഇതെല്ലാം മലയാളികളുടെ ഒരിതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഏരിയയിലേക്ക് ഒരു മലയാളി അത് നോക്കാൻ പാടില്ല. അത് ഇന്നവർക്ക് കൊടുക്കാം, അത് കൊടുത്താൽ നമുക്ക് പറ്റൂല. അത് നോക്കാതെ മലയാളി എന്നുള്ള തങ്ങൾ ഈ ഫാമ പോയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കണ്ട് നമുക്ക് ഒരു മലയാളി നമുക്ക് വേണം. മാത്രമല്ലേ നമ്മൾ അവിടെ വോട്ട് ചെയ്ത് വേണം. ഈ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മുടെ മലയാളി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഇവിടുത്തെ തനിയ കമ്മിറ്റി പാർട്ടിയാണെന്ന് പറയുന്നില്ല,
നവറ പാർക്കിലേക്ക് ഒരു മലയാളിയെ നിർത്താൻ വേണ്ടി പറഞ്ഞതാണ്, നമുക്ക് ടിക്കറ്റ് ഉണ്ടെന്നാണ്. പക്ഷേ ഒരാള് പോലും മുമ്പോട്ട് വന്നില്ല, ധൈര്യത്തില് മുന്നോട്ട് വന്നില്ല. അത് ധൈര്യത്തിനില്ല. അവിടെ എന്താ പ്രശ്നം അറിയാം? ധൈര്യം വരണ്ട എങ്ങനെയാന്ന് ഒരു പാർട്ടി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ചെയ്യുമ്പോൾ ധൈര്യം വരും. അങ്ങനെ പറയരുത്. പേടിക്കാത്ത പെൺസിംഹങ്ങളെ അല്ല, ഒരു പാർട്ടി ബാനറിലാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. നമ്മളിവിടെ സൊല്യൂഷനാ കാണാൻ പോകുന്നത്. നമ്മൾ ഇത് ഇപ്പൊ ചർച്ച അവസാനിക്കുമ്പോൾ സൊല്യൂഷനാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നു ഒരാള് നിന്നില്ല എന്ന് പറയുന്നു, അത് അപ്രോച്ച് ചെയ്ത് മലയാളി ഒന്നടങ്കം സപ്പോർട്ട് ചെയ്താൽ മലയാളിക്ക് സീറ്റ് വേണമെങ്കിൽ മലയാളി ഒരു രാഷ്ട്രീയ ശക്തിയായി മാറണം, ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ്. അതാ പറഞ്ഞു, ഈ പല പാർട്ടി നോക്കാതെ നമ്മൾ നിന്നേ പറ്റൂ. മലയാളി ഉടലെടുത്ത് അപ്പൊ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മലയാളി പറയുക, ഞങ്ങൾ എല്ലാരും നിങ്ങൾ പറഞ്ഞ ഈ 20 സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരാളുടെ പേര് പോയിട്ട് അവർ ഒരാളോട് പറയുക, ഞങ്ങൾ ഈ 20 സംഘടനകൾ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് മലയാളിയാണ് നിൽക്കാത്തത്? അപ്പൊ അങ്ങനെ വിജയിക്കണം. ഇനി അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കുന്ന അവർ വരുന്നേ. ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തിരികെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഞാൻ ഇവിടെ സൗത്ത് ഇന്ത്യൻ സെല്ലിന്റെ പ്രസിഡന്റായിട്ട് ഒരു ഇതുണ്ടെന്ന് എന്നെ ആദ്യം വിളിച്ച് പറഞ്ഞായിരുന്നു ഈസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ 2 പേരോട് ഞാൻ പേഴ്സണലി വിളിച്ചു പറഞ്ഞു, നിങ്ങളത് ആകണം എന്ന് പറഞ്ഞു. ആണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യില്ലെന്ന്. 2 പേരോട് നിർബന്ധമായി ഞാൻ പറഞ്ഞു ആവണം എന്ന് പറഞ്ഞു. ആയില്ല. എന്താണ് ആ ഭയം? ഞാൻ പറഞ്ഞ കാര്യം പിന്നെ അജയേട്ടനും അറിയാം. അവരുടെ ഒരു ഓഫർ വന്നിരുന്നു, അത് ശരിയല്ലേ? അല്ല, ഓഫർ വന്നിട്ട് ഓഫർ വരാൻ കാത്തിരിക്കുന്നു ഇവിടെ. അംബർനാഥിൽ ആരും നിൽക്കാനില്ലെങ്കിൽ ഞാൻ റെഡിയാണ്. ഇവിടെ റൂം എടുത്ത് തന്നെയാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. അല്ലേ, കണ്ടോ, അവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇലക്ഷന് സീറ്റ് കൊടുക്കുന്ന കാര്യത്തെ പറ്റിയാണ്. ഒരു ഇലക്ഷന് ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് സീറ്റ് നിൽക്കാന്ന് പറയാം, അത് പോസിബിൾ അല്ല. ഭയമാണെങ്കിൽ വരാമെന്നാ പറഞ്ഞത്. ഐ ഡോണ്ട് അഗ്രി ടു ദിസ്. ഞങ്ങളുടെ വാർഡിൽ 4 പേര്, ഒരാളാണെങ്കിൽ മറ്റേ വാർഡിലായിരുന്നു, ലാസ്റ്റ് മുതൽ എൻട്രി ചെയ്തിട്ട് 4 പേരും ജയിച്ചു. Because people were standing behind them. മാഡം, ഞങ്ങളുടെ വാർഡില് ഞാനൊരു മലയാളിയായിട്ട് നിന്നിട്ട് എനിക്ക് ഇലക്ഷന് സീറ്റൊന്നും കിട്ടിയ മീൻസ് ഞാൻ നിന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ മലയാളി കൂട്ടുകാർ കേൾക്കും, എന്റെ മലയാളി ഫാമിലീസ് കേൾക്കും. എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ ആ വാർഡിൽ ജോലി ചെയ്തിട്ടുണ്ട്, എന്റെ പാർട്ടി ജോലി ചെയ്തിട്ടുണ്ട്, പാർട്ടി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തോ പറയുന്നേ, നമ്മൾ പ്രവർത്തിക്കണം, എന്നിട്ട് നമുക്ക് ധൈര്യമില്ല. ബിക്കോസ് ഇറ്റ് റിക്വയർസ് എഫേർട്ട് ആൻഡ് കറേജ് ടു സ്റ്റാൻഡ് ആസ് എ കാൻഡിഡേറ്റ്. അതിന് ഞങ്ങൾ റെഡിയാ. സോ യു ഷുഡ് സേ ദിസ് ഇസ് our candidate, our representative. You should be socially very active. Then you should have a political background to support somebody. അല്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചാലും കാണില്ല. സ്ട്രോങ് പാർട്ടി ബേസ് ഓൾസോ ഇസ് റിക്വയർഡ്. ഓക്കേ, ആരും വിളിക്കാനില്ല എന്ന് പറഞ്ഞുള്ളൂ. ഒരു മലയാളിക്ക് ആദ്യം വേണ്ട ഒരു ഫേസ് വാല്യൂ. ഒരു ഫേസ് വാല്യൂ. ഓക്കെ, ഒരു മലയാളിക്ക് ഇവിടെ ഒരു ഫേസ് വാല്യൂ, പൊളിറ്റിക്കൽ ഫേസ് വാല്യൂ ഉള്ള മലയാളി ഇല്ലെന്നാ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ മലയാളികളിൽ നിന്ന് ഒരാൾ ഇവിടെ ഇലക്ഷന് നിന്നാൽ ഇവിടെ മിക്ക സംഘടനകളിലെയും പ്രതിനിധികളുണ്ട്. ഇവർ കൂട്ടായി ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ? ഇവിടെ വെച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. ഒരു മലയാളി നിന്നാൽ എല്ലാ മലയാളികളും അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് പറയുന്നത്. അല്ല, ഇവിടെ ഇരിക്കുന്ന മിക്ക സംഘടനകളിലെ നേതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ നമ്മുടെ ഒരാൾ നിൽക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. എല്ലാ രാഷ്ട്രീയ ഭേദങ്ങളും മറന്നിട്ട് നിങ്ങൾ ആ ആളെ വിജയിപ്പിക്കാൻ ശ്രമിക്കണം. പക്ഷെ അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം, ബാനർ ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് നല്ല ഒരു ലീഡറെ കണ്ടുപിടിക്കണമെങ്കിൽ ലീഡേഴ്സ് ആർ ബോൺ, ലീഡേഴ്സ് ആർ നോട്ട് മെയ്ഡ്. ലീഡേഴ്സ് ആർ ബോൺ. അപ്പൊ നിങ്ങൾ കുറച്ചൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങൾ എല്ലാ കൊല്ലം ഒരേ വർക്ക്ഷോപ്പ് നടത്തും. അവരോട് പറയും നമ്മുടെ ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു വർക്ക്ഷോപ്പ്. എന്നിട്ട് അവരോട് പറയാൻ നോക്കൂ, നമ്മൾ കാലങ്ങളിൽ ഇനി ഇലക്ഷനൊക്കെ വരുമ്പോൾ പലതുണ്ടല്ലോ ഇവിടെ, പല ഒരു നിമിഷം. ഇദ്ദേഹം പറഞ്ഞൊരു വലിയ വാല്യൂബിൾ പോയിന്റ് ആണ്, ഫേസ് വാല്യൂ ഇല്ലാത്ത. ഫേസ് വാല്യൂ എങ്ങനെ ഉണ്ടാക്കും? അല്ലല്ല, മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ആദ്യം വിചാരിക്കുന്നത് എന്റെ ചെലവിൽ നീ കേമനാകണ്ടടാന്നാണ്. എന്റെ ചെലവിൽ കുറ്റങ്ങളും കുറവുകളും പറയണ്ട. അല്ല ബാബുവേട്ടാ, ഇതാണ് ബേസിക് പ്രശ്നം. അതിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ മാത്രമേ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. വരണം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് നമ്മൾ ഓരോ വർക്ക്ഷോപ്പുകളിലും നമ്മൾ ആൾക്കാരെ മോൾഡ് ചെയ്ത് അതായിരിക്കണം സൊല്യൂഷൻ. ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, നിങ്ങളുടെ ഫേസ് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉണ്ടാവും. അല്ല, ഇപ്പൊ അദ്ദേഹം പറഞ്ഞാണ് കറക്റ്റ്.
ആ ഒരു വർക്ക്ഷോപ്പ് നടത്തണം. നിങ്ങൾ എല്ലാ സമാജങ്ങളെ അപ്രോച്ച് ചെയ്യണം. ഇവിടുത്തെ സമാജങ്ങളെ നിങ്ങൾ മുമ്പോട്ട് വന്ന് ഒരു വർക്ക്ഷോപ്പ് ചെയ്യാൻ തയ്യാറാവില്ലേ? വിജയേട്ടാ അവരൊരു വർക്ക്ഷോപ്പ് ചെയ്യാൻ തയ്യാറാണ്. അതിൽ വന്ന് അവർ സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആൾക്കാരെ കൂട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി. അല്ല, അവിടെ രാഷ്ട്രീയം നോക്കണ്ടെന്നേ. workshop to recognize a good leader or a good social service person. ഇന്ന് ഈ മുമ്പിലിരിക്കുന്ന ഇവരെല്ലാം ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തവരാണ്. അവര് വരുമെന്നേ. അവര് വരും. അതുപോലെ തന്നെ സയന്റിഫിക്കലി ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കിപ്പോഴുണ്ട്. കാരണം ഒരാൾക്ക് ഒരു ബോൺ ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അയാളെ എങ്ങനെ ഒരു ലീഡറായിട്ട് രൂപപ്പെടുത്താൻ പറ്റും എന്നുള്ളതിന് സയന്റിഫിക് ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ അവരെ മോൾഡ് ചെയ്ത് പതുക്കെ കൊണ്ടുവരും. ഇത് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുക, അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലീഡറായിട്ട് നിങ്ങൾ അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ലീഡറായിട്ട് വന്നാൽ ഞങ്ങൾ ടിക്കറ്റ് തരാം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി എന്നെ വിളിച്ചാൽ മതി. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഫ്രീ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. വെരി സീനിയർ പേഴ്സൺ ഹു വാസ് അസോസിയേറ്റഡ് വിത്ത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. അവർ ലീഡേഴ്സിന് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ലീഡേഴ്സിന് അങ്ങനത്തെ ആൾക്കാർ ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ പറഞ്ഞു വന്നില്ല, നമുക്ക് ഇനി ആ പാർട്ടി വേണ്ട, മലയാളീസ് എന്നുള്ള ഒരു ഇത് മതി. നമുക്ക് സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടായില്ല. ഇനി പാർട്ടി ഒന്നും വേണ്ട. ഉള്ള ഇതെന്താ രസം എന്നറിയോ? ചർച്ച ഇപ്പൊ എല്ലാം നടത്തി. അല്ലല്ല, ഒരു നിമിഷം. You cannot abolish the party system. അല്ലല്ല, ഒരു നിമിഷം. We have to follow the political system. സാർ, ഇവിടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തു, അതിന്നും ഊരിത്തിരിഞ്ഞു വന്ന ഒരു കാര്യമാണ്, മലയാളികൾക്ക് വേണ്ടി നമുക്കൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം. ഒരു ദക്ഷിണേന്ത്യൻ കൂട്ടായ്മ നമുക്ക് രൂപീകരിക്കാം. അത് നമുക്ക് ശക്തിപ്പെടുത്താം. അതിൽ വർക്ക് ചെയ്യാം. നമുക്ക് അതിന് കഴിവുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ടിക്കറ്റിന് വേണ്ടിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് യോഗ്യത ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും മലയാളി വോട്ടേഴ്സ് ഉണ്ടായിട്ടും ടിക്കറ്റ് കൊടുക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെടുത്ത് നമുക്ക് ഈ കൂട്ടായ്മ പോയിട്ട് ആവശ്യപ്പെടാം. ഇല്ല, ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഇതിനൊരു ആവശ്യമാണ്. അത് സപ്പോർട്ടാണ്. ഈ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ ഇവിടെ ഇരിക്കുന്ന ഇത്രയും നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതില് ഈ ഒരു ജനറേഷൻ കഴിയുമ്പോൾ നമ്മുടെ വരുന്ന ഒരു തലമുറയിൽ എത്ര പിള്ളേരെ വന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ ബോധത്തില് നമ്മളെയാണല്ലോ അവർ ഫോളോ ചെയ്യുന്നത്. ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തിരികെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. പിള്ളയുടെ ആ കുട്ടിയുടെ ഫാദർ കോർപ്പറേറ്റർ ആയിരുന്നു. അങ്ങനെ ഈ കുട്ടി പഠിച്ചു അവിടുന്ന്. പക്ഷെ ഞാൻ തന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവരെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ ആശയത്തോട് ഒരു പുതിയൊരു ജനറേഷൻ ജനാധിപത്യ വിശ്വാസികളെയും കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എനിക്ക്. മകൾ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഭയമുണ്ടായിരുന്നു. ഇത് അഡ്വക്കേറ്റ് രാധികാരായുടെ അമ്മയാണ് കേട്ടോ. സപ്പോർട്ട് എപ്പോഴും എന്തിനും കൂടെ ഉണ്ടാവും. അവൾക്ക് US UK ചാൻസ് കിട്ടിയില്ല. അല്ല, അഡ്വക്കേറ്റ് ആയിരുന്നു. പ്രാക്ടീസ് ചെയ്യാനല്ല പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ വരാനാണോ പറഞ്ഞത്? താല്പര്യമുണ്ടായിരുന്നു, വന്നു. തീർച്ചയായും. എന്താണ് കുഴപ്പം? പുതിയ തലമുറ വരുന്നില്ല എന്ന് പറഞ്ഞ് ചുമ്മാതാണ്. പറയൂ, നിങ്ങളുടെ പറയൂ. എന്റെ മോളൊരു സോഷ്യൽ വർക്കറാണ്. ഓക്കെ. അപ്പൊ അവൾക്ക് ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ഹർ. തീർച്ചയായും രാഷ്ട്രീയത്തിലേക്ക് വരും. എന്റെ മോൾക്കും അതിനകത്ത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ഹർ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇപ്പൊ ഇദ്ദേഹം സീറ്റ് വാങ്ങുന്ന കാര്യമുണ്ടല്ലോ, ഞാൻ രാഷ്ട്രീയത്തില് പല ആളുകൾക്കും സീറ്റ് വാങ്ങിക്കൊടുത്തുള്ള ആളാണ്. ശ്രീകാന്ത് നായർക്കറിയാം. ഞാൻ ചിലർ പറഞ്ഞു ഇയാൾക്ക് പൊളിറ്റിക്കൽ സ്ട്രെങ്ത് അവിടെ ഇല്ല, അയാൾക്ക് അങ്ങനെ ഇലക്ട്രൽ സ്ട്രെങ്ത് ഇല്ല. ഞാൻ പറഞ്ഞു നമ്മളുടെ 100 സീറ്റില്ലേ, അതിലൊരാൾ തോറ്റോട്ടെ, കുഴപ്പമില്ല, അയാൾ കൊടുത്തു. ഞാൻ ന്യൂ ബോംബെയിൽ സീറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട്, ബോംബെയിൽ സീറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട്, താനയിൽ സീറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കിങ് മേക്കേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ. ഇവിടെ ഇരിക്കുന്ന ഇവർ 4 പേരും ഇവർ ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തരാ. നിങ്ങൾക്കാർക്കും സീറ്റ് മേടിച്ചു തന്നല്ലോ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് വന്ന് കിട്ടിയവരാണ് അല്ലേ ഈ ഇരിക്കുന്ന 4 പേര്. ഇവിടെയാണ് നമ്മൾ ഇവിടെ മാറേണ്ടത്, ചിന്താഗതി മാറേണ്ടത്. ഇവിടെ മഹാരാഷ്ട്ര ഭരിക്കുന്ന ശിവസേന പാർട്ടി രാഷ്ട്രീയത്തിൽ ഒരു പാരമ്പര്യമില്ലാതെ ഷീജ മാത്യു വിളിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് BJP ഉണ്ടായിരുന്നു. ഉത്തം കുമാർ ഇവിടെ നിന്നാണ്. അദ്ദേഹം വരാൻ ഞാൻ മുമ്പ് പറഞ്ഞില്ല. ആപ്പ് പാർട്ടിയുണ്ട്, പിന്നെ സ്വതന്ത്രനുണ്ട്, NCP ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. സാറേ, ഒരു മിനിറ്റ്. ഇവർക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മഹാരാഷ്ട്രയുടെ മണ്ണില് മലയാളിക്ക് അല്ലെ സൗത്ത് ഇന്ത്യന് നോട്ടീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഷീജ മാത്യു എന്ന ഞാനെന്ന കാൻഡിഡേറ്റ്. കാരണം എൻ്റെ വർക്ക്
ഞാൻ കഴിഞ്ഞ 15 വർഷം കൊണ്ട് വി ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിവിജ്വലി വർക്ക് ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. ആ വർക്ക് കണ്ടുകൊണ്ട് നമ്മുടെ അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു സ്ഥാനാർത്ഥിത്വമാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം മുമ്പേ സാറൊക്കെ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ ജനങ്ങൾ. ആ വർക്കാണ് എനിക്ക് കിട്ടിയ ഓരോ വോട്ടും. ആ വർക്കാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളും. മലയാളികളാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഒരു നോൺ മലയാളിയും പ്രവർത്തിച്ചില്ല. എൻ്റെ ഒപ്പം 15 ദിവസം നിന്ന് പ്രവർത്തിച്ചവരെല്ലാവരും, ഈ ബോംബെ എന്നുള്ള എല്ലാവരും എന്നെ കാണാൻ വന്നു. ഒരു പാർട്ടിയുടെ ലേബിൾ വെച്ചല്ല, പല പാർട്ടിയുടെ ഇതിൽ നിൽക്കുന്നവരാണ് നമ്മളെ കാണാൻ വന്നത്. അപ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി എപ്പോഴും പറയുന്നു, അത് സംഭവിച്ചു. സമൃദ്ധയായ ഒരു രാഷ്ട്രീയക്കാരി തന്നെയാണ്. ഒരു ഇലക്ഷൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. മുന്നോട്ടൊരു ഇലക്ഷന് ഒരു കാൻഡിഡേറ്റ് ആണെന്ന് അതല്ല ഉദ്ദേശിച്ചത്. ഒബ്സർവേഷൻ, നമ്മൾ ഇവിടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തില്ലേ, നമ്മൾ ഈ ഇലക്ഷനിൽ ഇപ്പം ഷീജ മാത്യു ഉണ്ട്, രാധിക റാണ ഉണ്ട്, ശശികുമാർ ഉണ്ട്. ഈ 3 പേരും ഇവിടെ ഉണ്ട്. സുലോചന മാഡം ഉണ്ട്, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ, കാരണം നിങ്ങളുടെ കഴിവ് തെളിയിച്ചു. ഇത്രയും ഇതായിട്ട് ഒരു പരിചയമില്ലാതെ എക്സ്പീരിയൻസ് ഇല്ലാത്ത പോലും ഇത്രയും വോട്ട് മേടിച്ചിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച ശശികുമാർ പോലും തൗസൻഡ്സ് ഓഫ് വോട്ട് മേടിച്ച്, രാധിക നല്ല വോട്ട് ക്ലോക്ക് ചിഹ്നത്തിൽ അധികാരത്തിക്കുന്ന പാർട്ടിയുടെ ചിഹ്നമാണ് ക്ലോക്ക്. ആ ചിഹ്നത്തിൽ മത്സരിച്ചവരാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ മലയാളി കൂട്ടായ്മ ചെയ്യേണ്ടത്, ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അടുത്ത പ്രാവശ്യം ഇവിടുത്തെ റെപ്യൂട്ടഡ് രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്ത് പോയിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം വാങ്ങിച്ചു ഉപരി ഈ നമ്മൾ 25 ലക്ഷം മലയാളി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 10 ലക്ഷം മലയാളിക്കെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കുകളാണ്, ട്വിറ്ററും ഫേസ്ബുക്കും ഉള്ളവരാണ്. നമ്മളിത് ഷെയർ ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്, ആ ഫേസ് നമ്മളൊന്ന് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുക. അതെങ്കിലും നമുക്ക് ഇടണം. അങ്ങനല്ലേ നമ്മൾ ഫേമസ് ആവുന്നത്, അല്ലേ? നിങ്ങൾ ആദ്യം ക്വാളിഫൈ ചെയ്യുക. പക്ഷെ നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ ഉണ്ടാവണം. നിങ്ങൾക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാവണം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ സീറ്റ് കിട്ടാൻ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലാതെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി നിന്ന് ഇൻഡിപെൻഡന്റ് ഒരാളെ ഉള്ളൂ. അല്ല സാർ, ഒരാളെ ശശിധരൻ മാത്രം. പുതിയ കാലത്ത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൈസയുടെ കളിയാണ്. അല്ലല്ല ശശിധരൻ ചേട്ടൻ പറഞ്ഞത് പുള്ളി അപ്രോച്ച് ചെയ്തിട്ട് സീറ്റ് കിട്ടിയില്ല. കിട്ടാൻ വന്നപ്പോ പുള്ളി സ്വതന്ത്രനായി, അല്ലേ? സ്വതന്ത്രനായി. പറയൂ. ഒരു നിമിഷം അപ്രോച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ശശികുമാറിന്റെ കഴിവ് തെളിയിച്ച മനുഷ്യനാണ് സാമൂഹ്യ രംഗത്തും മലയാളികളുടെ പ്രവർത്തന രംഗത്തും. അതുകൊണ്ട് ശശികുമാറിനെ പോലുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുക്കണമെന്ന് ഞാൻ എന്റെ പാർട്ടി നേതാവിനോട് ആവശ്യപ്പെടും. ഈ ഗോഡ്ബന്ദർ റോഡ് പ്രോബ്ലംസ് I was the first one to take a protest march. So hundreds of people joined me, but the political parties which we all vote for, seeing a symbol that is Dhanush, Ban and Kamal, these people should have come to good candidates that always we have a winner, so let us have good candidates. They did not approach us. There was NCP, they are 3rd number party. So we want even the political parties to approach us, that good people should work with us when they know that they are going to be winning. That is how you become the and the political force. That is what you got the seat. That is what you got the seat. And I also want to say Malayalis should be expert at lobbying. You have to lobby for your people. That is what we are discussing now. Lobby Obviously. for your people and be a political force. But that will happen only next time. This should start now. That is what we kept for the discussion. Okay, പറയൂ. ശശിയേട്ടൻ പറയും. ശശിയേട്ടൻ നാളെ ഇങ്ങനെ ഒരു സീറ്റ് വന്നാൽ നിൽക്കില്ലേ? തീർച്ചയായിട്ടും സ്വതന്ത്രനെന്ന് മാറും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സ്വതന്ത്രം തന്നെ ആയിരിക്കും. സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ടേക്ക്, തന്നില്ലെങ്കിൽ ഇരിക്കും. ആരോടാണ് പ്രതിഷേധം? ആരോടും പ്രതിഷേധം പറഞ്ഞു. ഇപ്പൊ നമ്മൾ വലിയ കാര്യത്തിൽ പറഞ്ഞു മലയാളിയെ നിർത്തിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറയണു, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ശശി സാറിന് ഒരു ശിവസേനയുടെ ടിക്കറ്റ് BJP സപ്പോർട്ട് ചെയ്യോ, ഇവിടെ ഇരിക്കുന്ന ആള് സപ്പോർട്ട് ചെയ്യോ, അവരെന്താ പറയാറിയോ? സപ്പോർട്ട് ചെയ്യുന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാള് നിങ്ങൾ മലയാളിയാണ് അതുകൊണ്ട് നിങ്ങൾ ഇവർ വോട്ട് ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ശിവസേന, ഞാൻ BJP ആണോ? പക്ഷെ നിങ്ങൾ പറയും മലയാളി എന്ന നിലയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോ അപ്പൊ എന്താ പറയാറിയോ? എന്റെ ഹൈക്കമാൻഡ് പറഞ്ഞ യു ഷുഡ് ഗോ അലോങ് വിത്ത് ദ പാർട്ടി ലൈൻ. They will not support. See, this can be discussed. And moreover, this is not possible. And second major
ഞങ്ങൾ ഇന്ന് അമർനാഥിൽ കണ്ട ഞങ്ങൾ പറയാം, ഒരു കൗൺസിലറിന് ഇവിടെ നിൽക്കണമെങ്കിൽ ചുരുങ്ങിയത് 60 ലക്ഷം പോക്കറ്റ് വേണം. അല്ല, അത് ആ പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ലെന്നേ. നമുക്കിപ്പോ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ വെള്ളം പോലും തരില്ല. പൈസ വേണം, പൈസ ഇല്ല ഒന്നും നടക്കില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതും ഇത് തന്നെയാണ്. നമുക്ക് ചർച്ച ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. എല്ലാ മലയാളികളും, ഈ ബോംബെയിലുള്ള മൊത്തം മലയാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമുക്ക് സ്വപ്നം കാണാം, പക്ഷെ നടക്കുന്ന കാര്യമല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ മലയാളി എല്ലാവർക്കും അവനവന്റേതായ രാഷ്ട്രീയ ഐഡന്റിറ്റി ഉള്ളിലുള്ളവരാണ്. അത് ഞാനും നിങ്ങളും എല്ലാവരും സൂക്ഷിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കില്ല. കാരണം അതാണ് മലയാളി. നമ്മളൊക്കെ ജനിച്ചു വീണപ്പോ തൊട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എപ്പോഴും ഉണ്ടാവും. മാഡം, ഐ ഡോണ്ട് അഗ്രി വിത്ത് യുവർ പോയിന്റ്. ബിക്കോസ് ഇവിടെ നമ്മളെ ഓർഗനൈസേഷൻ വന്നപ്പോൾ ഇപ്പോൾ കേരളീയ സമാജ് പഠിക്കട്ടെ, മുത്തപ്പൻ അമ്പലം പറയട്ടെ, SNDP ഓർഗനൈസേഷനോ മന്ത്രിസമിതിയോ, വിവിധ ഓർഗനൈസേഷൻ വന്നപ്പോൾ ഹൗ മെനി ബ്രാഞ്ചസ് ദേ ഹാഡ് 25 years 30 years ago. അവർക്ക് 1 2 3 സോ അവർക്കൊരു ഫോർകാസ്റ്റിംഗ് ഉണ്ടാകുന്നില്ലല്ലോ. ബട്ട് ദേ സ്റ്റിൽ കെയിം സിമിലർ വേ. ഇന്ന് നമ്മളൊരു പോസിറ്റീവ് തിങ്കിങ് വെച്ചാൽ ടുമോറോസ് പോളിറ്റിക്സ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. There will be a connection and networking among the Malayalis. മനസ്സിൽ പ്രാർത്ഥിക്കാം, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാം. ഇവിടെ ഇരിക്കുന്ന അറ്റ്ലീസ്റ്റ് ഉള്ള ആൾക്കാരും ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരുടെ അല്ല, മലയാളികളുടെ മനസ്സിലെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ തലമുറയിൽ കളയുക. നമ്മൾ താമസിക്കുന്ന മഹാരാഷ്ട്രയിലായതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കേണ്ട സാഹചര്യത്തിനനുസരിച്ച് ചിന്തിച്ചാൽ അന്ധമായ രാഷ്ട്രീയ ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് കളയുക. ഇപ്പം നാട്ടിലെ ചിന്താഗതിക്കാരെ ഒരു കുടുംബത്തിലെ കല്യാണം കഴിപ്പിക്കുന്നത് പോലും സ്വന്തം പാർട്ടി നാളിലെ കിട്ടുമെന്നാണ് നോക്കുന്നത്. ബാക്കിയെല്ലാം മാറി അത്ര വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു അന്ധമായ ചിന്താഗതി നമ്മൾ ഉപേക്ഷിക്കുക. കാരണം നമ്മളിവിടെ രാഷ്ട്രീയം നോക്കിയല്ല നമ്മുടെ ബിസിനസ് നടക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ കുട്ടികളെ പോറ്റുന്നതും എല്ലാം രാഷ്ട്രീയം നോക്കി. അന്ധമായ രാഷ്ട്രീയം ഇവിടെ ഇല്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മുടെ നാട്ടിലെ പോലെ കൊടി വെച്ചതിനും അടിയോ അല്ലെ അങ്ങനെയുള്ള വിഷയങ്ങളില്ല. നമുക്കങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരുടെ അടുത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാം ഒരു കാര്യം സാധിക്കാൻ. അവർ നാളെ നീ എൻ്റെ കൂടെ വന്ന് കൊടി പിടിച്ചില്ലെങ്കിൽ ഞാൻ ആ കാര്യം സാധിച്ചു തരില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്നിട്ട് കാല് മാറിയാൽ നാളെ കാല് വിട്ടുമെന്ന് പറയുന്ന രാഷ്ട്രീയം ഇവിടെ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അന്ധമായ രാഷ്ട്രീയ വിരോധം നമ്മുടെ മനസ്സിൽ നിന്ന് മലയാളികൾ നമ്മൾ പ്രയത്നിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു 90%. അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. കേരള രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ ശ്വേതാ മേനോൻ നടി, ഈ അടുത്തിടയ്ക്ക് ശ്വേതാ മേനോന്റെ മകൾ വരച്ച ഏതൊരു പ്രൊജക്ട് അവരത് ഷെയർ ചെയ്തിരുന്നു. ആൾക്കാരിൽ വന്ന് വല്ലാത്ത വൃത്തികേടായ കമന്റാണ്. രാഷ്ട്രീയം എന്തുകൊണ്ടാണ് അവർ ശിവജി മഹാരാജാവിന്റെ ഒരു ഫോട്ടോയാണ് അവർ ഇട്ടിരുന്നത്. ആ കുട്ടി ചെയ്ത പ്രൊജക്റ്റാണ്, വളരെ മോശമാണ്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനല്ല. നമ്മളിവിടെ ജോലി ചെയ്യാൻ വന്നവരാണ്. നമ്മൾ പറയുന്നത് നമ്മളൊരു ശക്തിയായി യോജിച്ച് നിൽക്കുന്നതിനെ നമ്മൾ യോജിച്ച് നിൽക്കും. മാഡം തുടക്കത്തിൽ പറഞ്ഞല്ലോ, വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ഒപ്പം ഇറങ്ങി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മലയാളി. അതാണ് മലയാളിയുടെ ചരിത്രം. അതാണ് ആ ചിന്താഗതി മാറാൻ ഞാനും ആഗ്രഹിക്കുന്നു. നാളെ ഈ മഹാരാഷ്ട്രയിൽ 4 അല്ല ഒരു 400 പേര് നേതാക്കന്മാർ നമുക്ക് വേണ്ടി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ആഗ്രഹിക്കാനേ പാടുള്ളൂ. ആ മാഡം പറഞ്ഞ പോലെ അവർക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അവരാരെടുത്തു? അവർക്ക് അറിയില്ല. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ, ഈ ശബ്ദം അവർക്ക് വേണ്ടി 25 ലക്ഷം മലയാളിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ, കാരണം അതിന് എക്സാമ്പിൾ ആണ് ഒരു ഫെഡറേഷൻ വി ഹെൽപ്പ് ഫൗണ്ടേഷൻ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി വിളിച്ചപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ നിന്നത് എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ 15 വർഷം കൊണ്ട് ചെയ്യുന്ന സോഷ്യൽ സർവീസിന് എനിക്ക് അനേകരുടെ കാല് പിടിക്കേണ്ടി വരുന്നുണ്ട്. ആ കാലുപിടുത്തം വേണ്ടെന്ന് വെക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കാം ഇല്ലേ? ഇവിടെ ഇരിക്കുന്നവർ ഇപ്പൊ ഇറങ്ങിയിട്ട് 4 പേര് കൂടിയാൽ 5 രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് സംസാരിക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരുമാണ്. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസമാണ് വലുത് ഇല്ലേ? എനിക്ക് എന്റെ വിശ്വാസമാണ് വലുത്. അത് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചർച്ച തുടങ്ങിയത് തീർച്ചയായിട്ടും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കുറേ കൂടി പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. വേണമെങ്കിൽ നമ്മളെ അതിനെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇടാം. നമ്മുടെ ഇവിടെ നിൽക്കുന്ന ശക്തമായ അവരോടൊപ്പം ആരാണോ ശക്തിയുള്ളവൻ അവന്റെ പുറകെ പോവുക. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഫിർ മിലേംഗെ ഹം. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ.
നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ.